ഞാൻ മെറിനോൾ ബൈച്ചു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രസവിച്ചാൽ മരിക്കുന്ന ഒരു സസ്യത്തെയാണ്. ഈ നിൽക്കുന്ന സസ്യം ഒരു 25 വർഷമെങ്കിലും പ്രായമായതാണ്. ഇതിപ്പോഴും യൗവനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടെയുള്ള ചെടിയാണ് പ്രസവിച്ച് മരിച്ചത്. അതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം. സാധാരണ ചെടികൾ പ്രത്യുൽപാദനം നടത്തുന്നത് ഒന്നുകിൽ അതിൻ്റെ വേരിൽ നിന്ന് പുതിയ ചെടികൾ പൊട്ടിമുളയ്ക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൂവിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ കായിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഇലയിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടിൽ നിന്ന്. ഇങ്ങനെയൊന്നുമല്ല ഈ ചെടി പ്രത്യുൽപാദനം നടത്തുന്നത്. സാധാരണ ഈ ചെടി കണ്ടുവരുന്നത് അമേരിക്കയിലാണ്. അമേരിക്കക്കാർ ഇതിനെ സെഞ്ചുറി പ്ലാന്റ് എന്നും അമേരിക്കൻ കൺട്രി പ്ലാന്റ് എന്നൊക്കെ വിളിക്കും. എന്നോടൊരാൾ പറഞ്ഞത് ഇതിനെ മദാമ്മയുടെ നാക്കുചെടി എന്ന് പറയുമെന്നാണ്. ഇതിൻ്റെ വെളുപ്പും നാക്കിൻ്റെ ഷേപ്പുള്ള ഇലയും അമേരിക്കയിൽ കാണപ്പെടുന്നതും ഒക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇതിൻ്റെ യഥാർത്ഥ പേര് അഗാവെ അമേരിക്കാന എന്നാണ്. എന്നോട് പറഞ്ഞയാൾ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കൈതയുടെ തഴ കൊണ്ട് പായും കരകൗശലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അമേരിക്കയിൽ ഇതിൻ്റെ ഇല കൊണ്ട് ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ്, പേഴ്സ് ഒക്കെ ഉണ്ടാക്കുമെന്നാണ്. ശരിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും ഇതിൻ്റെ ഇലയുടെ നീളവും നാര് പോലത്തെ ഇതിൻ്റെ ഘടനയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ശരിയാകാനും സാധ്യതയുണ്ട്. ഒരു 25 വർഷമെങ്കിലും പ്രായമാകുമ്പോഴാണ് ഈ ചെടി പ്രത്യുൽപാദനം നടത്തുന്നത്. അതുകൊണ്ടാണ് അമേരിക്കക്കാർ ഇതിനെ സെഞ്ചുറി പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. നമുക്കിതിൻ്റെ പ്രത്യുൽപാദനം കാണാം. സാധാരണ ചെടിയിൽ പൂ ഉണ്ടായാൽ അതിൽ അരി ഉണ്ടാകും. ഇനി കായാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനകത്ത് വിത്തുണ്ടാകും. അരിയും വിത്തും എല്ലാം നമ്മൾ പഠിച്ചതുപോലെ മണ്ണിൽ നട്ടാൽ ഈർപ്പവും സൂര്യപ്രകാശവും ഏൽക്കുമ്പോൾ മുളച്ചു വരും. ആദ്യം ഈ ചെടിയുടെ മുകളിൽ നിന്ന് ഏതാണ്ട് 20-25 അടി പൊക്കത്തിൽ കൊടിമരം പോലെ ഒരു കമ്പ് നീണ്ടുവരും. അതിൻ്റെ വളർച്ച തീർന്നാൽ അതിൽ നിന്ന് ശിഖരങ്ങൾ പോലെ ചെറിയ കമ്പുകൾ പല ഭാഗങ്ങളിലും മുളച്ചു വരും. ഈ ചെറിയ കമ്പുകളിൽ കായാണോ പൂവാണോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത, ഇത് രണ്ടും കൂടി കൂടിയ ഒരു ഓവൽ ഷേപ്പിൽ ഗർഭപാത്രം പോലെയുള്ള ഒരു സാധനം ഉണ്ടാകും. ഇത് ഈ ചെടിയിൽ ആയിരക്കണക്കിന് ഉണ്ടാകും. ഇനിയാണ് പ്രസവം നടക്കുന്നത്. ആടും പശുവും ഒക്കെ പ്രസവിക്കുമ്പോൾ കൈയും തലയും ആദ്യം പുറത്തു വരുന്നത് പോലെ ഈ ചെടിയുടെ ഗർഭപാത്രം പോലെ ഇരിക്കുന്ന സാധനത്തിൽ നിന്ന് ആദ്യം 2 ഇല പുറത്തു വരും. കുറേശ്ശെ അവ വളർന്ന് കൂടുതൽ ഇലകൾ പുറത്തു വരും. ഒരു 1-2 മാസം കൊണ്ട് അത് വളർന്ന് ഇതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഷേപ്പാകും. ഈ കുഞ്ഞ് തൈകൾ വളരുന്നതനുസരിച്ച് അതിൻ്റെ കൊടിമരം പോലത്തെ കമ്പിൽ നിന്ന് കുറേശ്ശെ ഒടിഞ്ഞ് താഴെ വീഴും. ഈ സമയത്ത് ആ ചെടി ഉണങ്ങി സ്വയം നശിക്കും. താഴെ വീണ ചെറിയ തൈകൾ നിലത്ത് വേരുറപ്പിച്ച് വീണ്ടും പുതിയ തൈകൾ ഉണ്ടാകുന്നു. ഇതുകൂടാതെ അതിൻ്റെ മെയിൻ തണ്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെ അത് സംരക്ഷിച്ച്, ഒരു അമ്മ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ അതേ നിർത്തി വളർത്തി അതിനെ നിലത്ത് വീണാൽ നശിച്ചു പോകത്തില്ല. ചെറിയ വേര് ഊന്നി വരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് ഓരോന്നായിട്ട് പൊഴിച്ച് താഴെയിടും. അങ്ങനെ ആ കുഞ്ഞുങ്ങളും താഴെ കിടന്ന് വളരും, അതിൻ്റെ ചുവട്ടിൽ കിടന്ന് വളരും. അങ്ങനെയാണ് ഇത് പ്രത്യുൽപാദനം നടക്കുന്നത്. അങ്ങനെ അത് ആ ചെടി ഉണങ്ങി, അതിൻ്റെ ആ മെയിൻ തണ്ട് ഉണങ്ങി തീരുന്നിടം വരെ അത് ഇതുപോലെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ആ ചെടിയിൽ നിർത്തി സംരക്ഷിച്ച് വളർത്തി താഴെയിട്ട്, അങ്ങനെ ഈ ചെടി മരിച്ച് മണ്ണിൽ ലയിച്ച് എന്നേക്കുമായിട്ട് ഇല്ലാതെയാകുന്നു.
അതാണ് ആ ചെടിയുടെ രീതി. വിദേശ രാജ്യങ്ങളിൽ ഈ ചെടിയിൽ നിന്ന് ധാരാളം ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലഡ് പ്യൂരിഫിക്കേഷന്, യൂറിനൽ പ്രോബ്ലത്തിന്, മുടി കൊഴിച്ചിലിന്, പിന്നെ ഇൻറ്റേർണൽ ബോൺസ് ഒക്കെ കരിയുന്നതിന് വേണ്ടി, ലിവർ പ്രോബ്ലത്തിന്, അങ്ങനെ ധാരാളം മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയാൻ മേല. ഏതെങ്കിലും രാജ്യത്ത് പോയി അങ്ങനെ അത് കാണാൻ സാധിച്ചാൽ അതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.